സ്പെൻഡ് ചെയ്യാൻ പണമില്ല എന്നുള്ളത് മാത്രമാണോ പ്രശ്നം? പക്ഷേ ധൂർത്ത് നടക്കുന്നു എന്നൊരു ആരോപണം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്നത്. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ഈ നാട് ചുറ്റേണ്ട കാര്യമുണ്ടോ എന്നുള്ളതായിരുന്നു അന്ന് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത്ര വലിയ ധൂർത്ത് നടക്കല്ലേ, ഇവിടെ പെൻഷൻ കൊടുക്കുന്നില്ല, ഈ പറഞ്ഞതുപോലെ കരാറുകാർക്ക് പൈസ കൊടുക്കുന്നില്ല, ഇതിനിടയിലാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി നാട് ചുറ്റുന്നതെന്നായിരുന്നു ആ പ്രചരണം. ധൂർത്തുകൊണ്ടാണ് പ്രതിസന്ധി എന്ന പ്രചരണം ബി ജെ പിയെ സഹായിക്കാനുള്ള കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പ്രചരണമാണിത്. അപ്പോൾ കേന്ദ്രം 57,400 കോടി വെട്ടിക്കുറച്ചത് കാണാതിരിക്കുകയും കേരളം 30,000-ലധികം കോടി രൂപ അധിക വരുമാനം ഉണ്ടാക്കിയിട്ടും കേന്ദ്രത്തിൻ്റെ ഈ പ്രതികാര നടപടി മൂലമുണ്ടായ ഞെരുക്കത്തെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ധൂർത്തിനെ കുറിച്ച് പറയുകയും ചെയ്യണമെങ്കിൽ അസാധാരണമായിട്ടുള്ള തൊലിക്കെട്ടി ഉണ്ടാവണം പ്രതിപക്ഷ നേതാവിന്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നവകേരള സദസ്സ് ഒരു ധൂർത്തിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്ന സൗകര്യങ്ങളെ ധൂർത്തിൻ്റെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. എന്തിനാണ് പ്രതിപക്ഷ നേതാവിന് ഇത്രയും സൗകര്യങ്ങൾ എന്ന് ചോദിക്കാമോ? ഞാൻ ആ കാര്യം അങ്ങനെ ചോദിക്കില്ല. അദ്ദേഹത്തിൻ്റെ ചോദിച്ച അതേ നിലവാരത്തിൽ ഞാൻ തിരിച്ചു ചോദിക്കില്ല. അത് ലാഭിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവിന് ഒരു വർഷം കേരളം ഏതാനും കോടികൾ ചെലവഴിക്കുന്നുണ്ട്. 30 25 എത്ര സ്റ്റാഫുണ്ട്. മന്ത്രിമാർക്കുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. വാഹനമുണ്ട്, അദ്ദേഹത്തിനും പുതിയ വാഹനം സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. അത് വേണ്ടെന്ന് വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു ഇത്. അല്ല, അങ്ങനെ ലളിതവൽക്കരിക്കാമോ അതിനെ? അപ്പോൾ ആ ലളിതവൽക്കരണം കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്ന ഒരാൾക്ക് ചേർന്നതല്ല. അത് അദ്ദേഹം നടത്തുന്നത് BJPയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.